ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൂവി എക്സ്പ്ലെയിനർ. ഇതിപ്പോൾ 19th ഫ്ലോറിന്റെ 9th എപ്പിസോഡാണ് കേട്ടോ. ഇതിന് മുമ്പത്തെ എപ്പിസോഡ് കാണാത്തവർക്ക് വേണ്ടി ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എന്നാൽ പിന്നെ നമുക്ക് കഥയിലോട്ട് പോയാലോ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ വിസിലടിച്ചുകൊണ്ട് കാട്ടിൽ കൂടെ ഓടുകയാണ്. ഇതേ നേരം തൊട്ട് പിറകിലൂടെ കുറെ അധികം സോംബികൾ ഈ ഹീറോയിന്റെ പിറകെ വരുന്നുണ്ട്. ഇതിനുശേഷം നമ്മുടെ ഹീറോയിൻ കൂട്ടരെയാണ് കേട്ടോ കാണിക്കുന്നത്. ഹീറോയിൻ വേറെ വഴിക്കും ബാക്കി എല്ലാവരും ഒരു വഴിക്കുമാണ്. അപ്പം അവരാണെങ്കിൽ ഈ ഷോർട്ട് ഹെയർ പെൺകുട്ടിയുടെ ക്ലോൺ സോംബിനെ വളഞ്ഞേക്കുകയാണ്. അതിന് കൊല്ലുന്നതാണെങ്കിൽ ഷോർട്ട് ഹെയർ തന്നെയാണ്. ഇതിനുശേഷം വേറൊരു സോംബി ഇല്ലായിരുന്നു, നമ്മുടെ ഫാൻ ബോയുടെ സോംബി. അതിനെയാണെങ്കിൽ അടിക്കാൻ നിൽക്കുന്ന നേരം ഈ ഫാൻ ബോയ്ക്ക് എന്തോ വിഷമം, കാരണം അവനെ പോലല്ലേ ഇരിക്കുന്നത്. അപ്പം അവനാണെങ്കിൽ ആ സോംബി എടുത്ത് സോറി പറയാണ്, ബ്രോ നമ്മൾ ഒരു കണക്കായി ഇരിക്കുന്നത്, എന്നാലും സ്വഭാവത്തിൽ വ്യത്യാസമുണ്ട്, അതുകൊണ്ട് എവര് നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫാൻ ബോയ് ആണെങ്കിൽ ദൂരോട്ട് മാറി നിൽക്കുകയാണ്. ഇതേ നേരം ബാക്കി എല്ലാവരും കൂടെ അതിനെ ചറപറ അടിച്ച് കൊല്ലുകയാണ്. ഇതൊക്കെ നല്ല കോമഡി സീനാണ് അതിനകത്ത് കാണാൻ, പക്ഷെ ഇമോഷണൽ ഒന്നും അല്ല കേട്ടോ സോംബിനെ അടിച്ചു കൊല്ലുന്നൊന്നും. ഇതേ നേരം നമ്മുടെ ഹീറോയിനെ കാണിക്കുകയാണ്. ഹീറോയിന്റെ തൊട്ട് ഫ്രണ്ടിൽ നമ്മുടെ വില്ലൻ സോംബി, അതായത് റൗഡി പയ്യന്റെ സോംബി ചാടി വീണിട്ടുണ്ട്. പക്ഷെ അത് ഇച്ചിരി മണ്ടൻ സോംബിയാണെന്ന് തോന്നുന്നു, കാരണം അതാണെങ്കിൽ അവിടെ പേടിച്ച് നിൽക്കുകയാണ്. ഈ ഹീറോയിൻ ആണെങ്കിൽ ഒരു കത്തി എടുത്ത് കാണിക്കുന്ന സമയത്ത് ആ കത്തി കണ്ടിട്ട് ഒരു മരത്തിൽ പോയി ഇടിച്ചിട്ട് തറയെ വീഴും. അങ്ങനെ ഒരു മണ്ടൻ സോംബിയാണത്. അതെന്താണെന്ന് അറിയില്ല കേട്ടോ. ബാക്കിയുള്ള സോംബികളൊക്കെ എല്ലാവരും ആക്രമിക്കുന്നുണ്ട്, പക്ഷേ ഈ റൗഡി പയ്യന്റെ സോംബി ആരെയും ഒന്നും ചെയ്യുന്നില്ല. അത് ഇച്ചിരി മണ്ടൻ സോംബിയാന്ന് തോന്നുന്നു. അങ്ങനെ അടുത്ത സീനിൽ നമ്മുടെ ഹീറോയിൻ കൂട്ടരെയാണ് കാണിക്കുന്നത്. അവരുടെ തൊട്ട് ഫ്രണ്ടിൽ അങ്കിൾ സോംബിയും പിന്നെ കൂട്ടുകാരി പെൺകുട്ടിയുടെ സോംബിയും വന്ന് ചാടിയിട്ടുണ്ട്. അപ്പൊ ഈ റൗഡി പയ്യൻ പറയും അവർ രണ്ടുപേരും ഏറ്റവും വീക്കാണ് കൂട്ടത്തിൽ, ആ സോംബികൾ അങ്ങനെയാന്ന് അവൻ കരുതിയിട്ട് അതിനെ കളിയാക്കാണ്. ഇതേ നേരം കൂട്ടുകാരി പെൺകുട്ടിയുടെ സോംബി ഓടി വന്നിട്ട് അവനെ പിടിച്ച് തറയെ തള്ളിയിടുകയാണ്. ഇതേ നേരം നമ്മുടെ ഹീറോ വന്നിട്ട് ആ സോംബിനെ ബാക്കിൽ നിന്ന് കുത്തിക്കൊല്ലുകയാണ് കേട്ടോ. നിങ്ങളൊന്ന് ആലോചിക്കണം, എനിക്ക് തോന്നുന്നു ഇതെല്ലാം സ്വഭാവങ്ങളെല്ലാം ഓപ്പോസിറ്റ് ആണെന്ന് തോന്നുന്നു സോംബിയുടെ. കാരണം റൗഡി പയ്യനാണെങ്കിൽ ഇതിനകത്ത് നല്ല ടഫ് അല്ലേ, എന്നാൽ ആ സോംബി ആണെങ്കിൽ മണ്ടനായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഈ കൂട്ടുകാരി പെൺകുട്ടിയുടെ സോംബി നല്ല ഉപദ്രവകാരിയാണ്, എന്നാൽ കൂട്ടുകാരി പെൺകുട്ടി പാവമല്ലേ. അപ്പം ഇത് ഓപ്പോസിറ്റ് ആണെന്ന് തോന്നുന്നു. ഇതേ നേരം തന്നെ ഇവരെല്ലാരും, അതായത് ഹീറോയും കൂട്ടരെയും കുറെ അധികം സോംബികൾ വളയുകയാണ്. അപ്പം എന്തായാലും ഇവരെ അടിച്ചു കൊല്ലുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രമല്ല നമ്മുടെ ഹീറോയിനെ കാണിക്കുകയാണ്. ഈ ഹീറോയിൻ ആണെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്കിലോട്ട് പോവാണ്. അതായത് അവൾ ഒരു സ്ഥലത്ത് ഒളിച്ചു നിന്ന് നോക്കുന്ന നേരം കുറെ സോംബികൾ ഇങ്ങനെ ഓടുന്നുണ്ടായിരുന്നു കേട്ടോ. ആ സോംബികൾ വെള്ളത്തിൽ ചവിട്ടുന്ന നേരം അതങ്ങ് ലയിച്ചു പോവുക, നശിച്ചു പോവുക വെള്ളം തൊടുന്ന ഭാഗം. ഇതിനുശേഷം നമ്മുടെ ഹീറോയിനെ റിയൽ ടൈമിൽ കാണിക്കുകയാണ്. പുള്ളിക്കാരിയാണെങ്കിൽ ഇത് മനസ്സിലാക്കിയിട്ട് തൊട്ട് സൈഡിൽ ഒരു നദിയുണ്ട്, അങ്ങനെ എല്ലാത്തിനെയും കൂടെ വിസിലടിക്കുകയാണ്. ഇതേ നേരം തന്നെ നമ്മുടെ ഹീറോയിൻ കൂട്ടരെയും വളഞ്ഞില്ലായിരുന്നു കുറെ അധികം സോംബികൾ, അതെല്ലാം കൂടെ നമ്മുടെ ഹീറോയിന്റെ അടുത്തോട്ട് വരികയാണ്. ഇതേ നേരം ഹീറോയിൻ ആണെങ്കിൽ ഒരു വിസിൽ അടിച്ചുകൊണ്ട് നദിക്കരയിലോട്ട് ഓടുകയാണ്. അവിടെ ഒരു പാലം ഉണ്ട് കേട്ടോ. എന്തായാലും നമ്മുടെ ഹീറോയിൻ ആ പാലത്തിനകത്ത് കയറുകയാണ്. എന്നിട്ട് പാലം കയറ് വെച്ചൊക്കെ കെട്ടി വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു കൊടുവാൾ എടുത്തിട്ട് അതിനെ പലതവണ വെട്ടുകയാണ്. അപ്പൊ രണ്ട് സൈഡിൽ നിന്ന് സോംബികൾ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ വിചാരിക്കും ഈ ഹീറോയിനെ എന്തായാലും ഈ സോംബികൾ പിടിക്കുമെന്ന്. എന്നാലുണ്ടല്ലോ ഈ സോംബി പിടിച്ചില്ല എന്നുള്ള അവസ്ഥയിൽ ആ കയറെല്ലാം കൂടെ വെട്ടി വിടുകയാണ്. ഇതേ നേരം തന്നെ എല്ലാ സോംബികളും പാലം പൊളിഞ്ഞിട്ട് വെള്ളത്തിൽ പോയി വീഴുകയാണ്. അത് മാത്രമല്ല കേട്ടോ, നമ്മുടെ ഹീറോയിനും ആ വെള്ളത്തിൽ ചെന്ന് വീഴുകയാണ്. അപ്പോൾ അവൾ വെള്ളത്തിൽ വീഴുന്ന സമയം അവളാണെങ്കിൽ ചെറിയ ചെറിയ സ്വപ്നങ്ങൾ കാണുകയാണ്. അതായത് അവളുടെ അമ്മയാണ് കേട്ടോ കാണുന്നത്. ഈ അമ്മയാണെങ്കിൽ എണീക്കും മോളെ എന്ന് പറയുന്നുണ്ട്. ഇതേ നേരം ആരോ ഒരാൾ വന്നിട്ട് ഈ ഹീറോയിനെ പൊക്കിയെടുക്കുകയാണ് വെള്ളത്തിൽ നിന്ന്. അപ്പൊ അതാരാന്ന് മനസ്സിലായോ? അത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോയാണ്. എന്നിട്ട് അവര് പൊങ്ങുന്നത് നദിക്കരയിലൊന്നും അല്ല കേട്ടോ, അവരൊരു പെട്ടിക്കകത്താണ്. അതായത് ആദ്യം നമ്മളൊരു ബിൽഡിംഗ് കണ്ടില്ലായിരുന്നു, മറ്റേ എക്സി വന്നിട്ട് കുറെ ശവപ്പെട്ടിന്ന് കുറെ സോംബികളൊക്കെ ഇറങ്ങി വന്ന ആ ബിൽഡിംഗ് ചങ്ങലയിൽ കെട്ടി തൂക്കിയിട്ട് ആ ബിൽഡിങ്ങിലാണ് കേട്ടോ. എന്നിട്ട് ഹീറോയിനും മുഖത്തോട് മുഖം നോക്കി ചെറിയൊരു പുഞ്ചിരി കൊടുക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതേ നേരം ഒരു ശബ്ദത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ ലെവലപ്പ് ആയെന്ന്, അതായത് ഈ ലെവൽ കംപ്ലീറ്റ് ആയെന്ന്. ഇതിനുശേഷം അവരെല്ലാരും റിയൽ വേൾഡിലോട്ട് വരികയാണ്. അതായത് ഉറക്കത്തിൽ നിന്ന് എണീച്ചേക്കാണ്, ഗെയിമിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. എന്നാലുണ്ടല്ലോ നമ്മുടെ കൂട്ടുകാരി പെൺകുട്ടി മാത്രം എണീറ്റിട്ടില്ല. അവൾ എന്തോ സ്വപ്നത്തിൽ നിൽക്കുകയാണ്. അതിനകത്ത് അവളെ ലിഫ്റ്റിൽ പൂട്ടിയിട്ടതും സ്കൂളിൽ അലമാരയിൽ അടച്ചിട്ടതൊക്കെയാണ് പുള്ളിക്കാരി കാണുന്നത് കേട്ടോ. പുള്ളിക്കാരി നല്ല പേടിയുള്ള കൂട്ടത്തിലാണ്. അത് മാത്രമല്ല അവൾ അങ്ങനെ അലമാരയിൽ കിടന്നിട്ട് അടിക്കുകയാണ് അത് തുറക്കാനായിട്ട്. ഇതേ നേരം എന്തോ ഒരു ശബ്ദം, അതായത് ആ യക്ഷിയുടെ ശബ്ദത്തിൽ പറയാണ്, നീ ഏറ്റവും വീക്കാണ്, നീ എത്ര കാലം ഹീറോയിനെ താങ്ങി നിൽക്കും, നീ എത്ര കാലം അവളെ ആശ്രയിച്ച് നിൽക്കും എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് ആ അലമാരയിൽ അവൾ പെട്ട് കിടക്കുന്ന സീൻ കാണിക്കുകയാണ്. ഇതേ നേരം ആ അലമാര നമ്മുടെ ഹീറോയിനാണ് കേട്ടോ വന്ന് തുറക്കുന്നത്. ഇതേ നേരം കൂട്ടുകാരി പെൺകുട്ടി നമ്മുടെ ഹീറോയിനെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നാലുണ്ടല്ലോ ഈ ഹീറോയിൻ നമ്മുടെ കൂട്ടുകാരി പെൺകുട്ടീനെ തള്ളി മാറ്റാണ്. എന്നിട്ട് ചോദിക്കും, നീ എന്തിനാണ് എന്നെ ഒറ്റിയത്, നീ എന്തിനാണ് എന്നെ തള്ളി പറഞ്ഞതെന്ന് ചോദിക്കും. ഇതെന്തോ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. നിങ്ങൾക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ വഴിയേ മനസ്സിലാവും എന്തുവാന്ന്. ഇതേ നേരം നമ്മുടെ ഇൻഫ്ലുവൻസർ പെൺകുട്ടിയില്ലായിരുന്നോ, ഈ സീരീസിന്റെ തുടക്കത്തിൽ കണ്ട ഒരാൾ, അവളാണെങ്കിൽ അവിടെ നിന്ന് ലിപ്സ്റ്റിക് ഇടുമായിരിക്കും. പെട്ടെന്ന് തന്നെ ഈ കൂട്ടുകാരി പെൺകുട്ടി അലറി വിളിക്കുകയാണ് കേട്ടോ. അപ്പൊ ഈ അലറി വിളിക്കുമ്പം ഈ ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ടിരുന്ന പെൺകുട്ടിയുടെ ലിപ്സ്റ്റിക് കവിളി കൂടെ വരഞ്ഞുകൊണ്ട് പോവാണ്. ഇത് കണ്ടിട്ട് ഈ ഇൻഫ്ലുവൻസർ പെൺകുട്ടിയും കരയുന്നുണ്ട്, ലിപ്സ്റ്റിക് കവിളിലായില്ലേ അതുകൊണ്ടായിരിക്കും. എന്നിട്ട് ഇൻഫ്ലുവൻസർ പെൺകുട്ടി ഈ കൂട്ടുകാരി പെൺകുട്ടിയെ വഴക്കുറയാണ്, എന്തോടി നിനക്ക് കുഴപ്പമൊന്നും. പക്ഷേ നമ്മുടെ ഷോർട്ട് ഹെയർ ഉണ്ടല്ലോ, ഷോർട്ട് ഹെയറും അവരുടെ റൂമില്ല. അപ്പൊ ഷോർട്ട്
ഹെയർ കൂട്ടുകാരി പെൺകുട്ടീനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. എല്ലാവരും സ്വപ്നം കാണും, പേടിക്കും, നീ കാണത്തില്ലേ, നിനക്ക് എന്തോ ഇത്ര പ്രത്യേകത എന്ന് ചോദിക്കും. അതായത് ഇൻഫ്ലുവൻസർ പെൺകുട്ടീനെ അങ്ങ് ഒറ്റപ്പെടുത്തുകയാണ്. അവർക്ക് അറിയത്തില്ലല്ലോ അവരിങ്ങനെ സ്വപ്നത്തിലൊക്കെ പോയിട്ട് വരുമെന്ന്. പക്ഷേ ഈ ഷോർട്ട് ഹെയറിന് അറിയാം, കാരണം ഈ ഷോർട്ട് ഹെയർ അതിനകത്തുണ്ട്. എന്നാൽ ഇവർക്കാർക്കും അറിയത്തില്ല ഇത് ഷോർട്ട് ഹെയർ ആണ്. എന്തായാലും ഈ ഇൻഫ്ലുവൻസർ പെൺകുട്ടി ഫോൺ എടുക്കുന്ന നേരത്ത് ഈ സ്കൂളിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ, സ്റ്റുഡൻസ് എല്ലാം ഉള്ള. ആ ഗ്രൂപ്പിനകത്ത് നമ്മുടെ ഹീറോയിന്റെ വീഡിയോ വന്നിരിക്കുകയാണ്. ആ പൂച്ചയെ തട്ടി സൈഡിൽ ഇട്ടേക്കുന്നില്ലേ, റോഡ് സൈഡിൽ, അത് അവളാണോ നമുക്കറിയില്ല. എന്നാലും സ്കൂൾ ഗ്രൂപ്പിലുള്ള എല്ലാവരും ആ വീഡിയോ കണ്ടിട്ട് അവളെ പറ്റി മോശം അഭിപ്രായം പറയുകയാണ്. അവള് ക്രൂരതയുള്ളവളാ, അവള് ദുഷ്ടത്തിയ, അവളെ കല്യാണം കഴിക്കുന്ന ചെറുക്കന്റെ ദുർഭാഗ്യം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ ഇതെങ്ങനെ ലീക്ക് ആയിട്ടുള്ളതെന്ന്. ഇത് നമ്മുടെ കൂട്ടുകാരി പെൺകുട്ടിയുടെ ഫോണിൽ മാത്രമല്ലായിരുന്നു ആ വീഡിയോ ഉണ്ടായിരുന്നത്. അതായത് ആരായിരിക്കും ഇത് ലീക്ക് ആക്കിയിട്ടുള്ളത്? അതെ, കൂട്ടുകാരി പെൺകുട്ടി തന്നെ ആയിരിക്കും, വേറെ ആരുടെ ഫോണിലും ഇല്ലായിരുന്നു. അപ്പൊ കൂട്ടുകാരി പെൺകുട്ടിയുടെ മുഖത്ത് ഒരു പേടി വരുന്നുണ്ട്. അത് മാത്രമല്ല അവൾ ആ സ്വപ്നം കണ്ടില്ലായിരുന്നു നമ്മളെ ഹീറോയിനെ ഒറ്റിയെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇത് തന്നെ ആയിരിക്കും കാരണം. എന്തായാലും നമ്മുടെ ഇൻഫ്ലുവൻസർ പെൺകുട്ടി അതെടുത്ത് വേറൊരു ഫാൻ ഗ്രൂപ്പിനകത്ത് ഷെയർ ചെയ്യാൻ നിൽക്കുന്ന നേരം ഈ ഷോർട്ട് ഹെയർ അതിനെ സമ്മതിക്കുന്നില്ല. കാരണം ആർക്കും അറിയത്തില്ല സത്യാവസ്ഥ എന്താന്ന്. ഇതേ നേരം ഹീറോയിൻ വന്നിട്ട് ആ ഫോൺ വാങ്ങുകയാണ്. എന്നിട്ട് ആ ഫോണിലുള്ള കാര്യം നോക്കുകയാണ്. അപ്പൊ എന്താ, അവളെ കുറിച്ച് അതിനകത്ത് മോശം അഭിപ്രായമാണ് എല്ലാം. എന്നാലും നമ്മുടെ ഹീറോയിൻ വലിയ ഭാവ വ്യത്യാസമൊന്നുമില്ല, അവള് ഫോൺ തറയിൽ വെച്ചിട്ട് പോവുകയാണ്. ഇതിനുശേഷം നമ്മുടെ ഹീറോയെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഹീറോ ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് അവന്റെ കയ്യിൽ പിടിച്ചോണ്ട് നിൽക്കുകയാണ്. അതായത് ഗെയിമിൽ നമ്മുടെ ഹീറോയിൻ അവന് മുറിവ് വെച്ച് കെട്ടി കൊടുത്തില്ലായിരുന്നു കയ്യിൽ, അത് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് റൊമാൻറ്റിക് ആയിട്ട്. ഇതിനുശേഷം ഫാൻ ബോയിനെയാണ് കാണിക്കുന്നത്. പുള്ളിക്കാരന്റെ ഫോണിലോട്ട് 20 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്ത്, അതായത് ഗെയിം കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞ് മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പം ഇന്ന സ്ഥലത്തോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കോൺട്രാക്ട് ഞങ്ങളുമായിട്ട് ചെയ്യാമെന്ന് പറയും. അങ്ങനെ ഫാൻ ബോയ് വിചാരിക്കും എന്തായാലും എന്തോ സംഭവം എന്ന് പോയി നോക്കിയിട്ട് വരാം. ഇതിനുശേഷം അവനാണെങ്കിൽ ക്യാൻറ്റീനിൽ പോവാണ് കേട്ടോ. അപ്പോൾ ക്യാൻറ്റീനിൽ പോകുന്ന സമയത്ത് നമ്മുടെ അങ്കിളിന് അവിടെ ഇല്ല. അങ്കിളിന് പകരം വേറൊരു സ്ത്രീയാണ് അവിടെ നിൽക്കുന്നത്. അവൻ അങ്കിളിനെ തിരക്കുന്ന സമയത്ത് അവര് പറയും ഇന്ന് അങ്കിള് വന്നില്ല എന്ന് പറയും. അപ്പം അവൻ ഫുഡ് എടുത്തിട്ട് തൊട്ടടുത്ത് നമ്മുടെ ഷോർട്ട് ഹെയർ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ആ ഷോർട്ട് ഹെയറിന്റെ ഫ്രണ്ടിൽ പോയി ഇരിക്കുകയാണ്. എന്നിട്ട് മുട്ടത്തോട് പൊട്ടിക്കില്ലേ, അപ്പൊ ആ മുട്ടത്തോട് ഇങ്ങനെ മാറി മാറി പൊട്ടിച്ചോണ്ടിരിക്കുകയാണ്. അതായത് മുട്ട പൊളിഞ്ഞു വന്നിട്ടും പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പം അവൻ വേറെന്തോ ചിന്തിച്ചോണ്ടിരിക്കുകയാണ്. ഇത് കേട്ടിട്ട് നമ്മുടെ ഷോർട്ട് ഹെയർ നീ എന്തോടാ ചിന്തിച്ചോണ്ടിരിക്കുന്നതെന്ന് ചോദിക്കും. ഇതേ നേരം ഫാൻ ബോയ് പറയും എനിക്ക് ഒരുത്തിയെ ഭയങ്കര ഇഷ്ടമാണ്, ക്രഷ് അടിച്ച്, എന്തോന്ന് അറിയില്ല, അവൾ എന്റെ സ്വപ്നത്തിലേക്കാണ് വരുന്നത്, പക്ഷെ അവളെ എനിക്ക് നേരിട്ട് അറിയത്തില്ല. ഇത് കേട്ടിട്ട് ഈ ഷോർട്ട് ഹെയറിന് മനസ്സിലാവും അത് അവളെ പറ്റിയിട്ടാ പറയുന്നതെന്ന്. പക്ഷെ ഇവനെ അറിയില്ല അത് അവളാണ്. എന്തായാലും ഈ ഷോർട്ട് ഹെയറിന്റെ അമ്മ ഷോർട്ട് ഹെയറിനെ കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഷോർട്ട് ഹെയർ അവിടെ നിന്ന് എണീറ്റ് പോവാണ് അമ്മയെ കാണാനായിട്ട്. ഇതേ നേരം ഈ ഫാൻ ബോയ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പൊ നോക്കുമ്പോൾ അവളുടെ അമ്മയാണെങ്കിൽ ഇവളെയും കൂട്ടിയിട്ട് എങ്ങോട്ടോ പോവുകയാണ്. എന്നാലുണ്ടല്ലോ അവൾക്ക് കാല് വയ്യല്ലോ, അവള് കഷ്ടപ്പെട്ടിട്ടൊക്കെ കാറിൽ കയറുന്നത്. എന്നാലും ഈ അമ്മയാണെങ്കിൽ അവളെ ഒന്ന് സഹായിക്കുന്നത് പോലും ഇല്ല ആ കാറിൽ കയറാൻ. അതെന്താന്ന് അറിയില്ല. ഇത് കണ്ടിട്ട് അവൻ പറയുന്നുണ്ട് ഇവരെന്തൊരു സ്ത്രീയാണോ ആവോ, ഒരു വയ്യാത്ത കുട്ടിയെ ഒന്ന് സഹായിക്കുന്ന പോലും ഇല്ലെന്ന് അവൻ മനസ്സിൽ കരുതുകയാണ്. ഇതിനുശേഷം നമ്മുടെ കൂട്ടുകാരി പെൺകുട്ടീനെ കാണിക്കുകയാണ് കേട്ടോ. പുള്ളിക്കാരി വാഷ്റൂമിൽ നിൽക്കുകയാണ്. എന്നിട്ട് ഫോണിൽ നോക്കുകയാണ്. അതായത് നമ്മുടെ ഹീറോയിനെ പറ്റി മോശം പറയുന്ന ആ മെസ്സേജൊക്കെ നോക്കുകയാണ്. എന്നിട്ട് അവൾക്ക് കുറ്റബോധം തോന്നുകയാണ്. കാരണം അവളല്ലേ അത് ഷെയർ ചെയ്തത്, എനിക്ക് അങ്ങനെ തോന്നുന്നത്. അവളുടെ മാത്രമേ ആ വീഡിയോ ഉള്ളായിരുന്നു, അവളാണ് ആ വീഡിയോ എടുത്തത്. ഇതേ നേരം ഹീറോയിൻ വന്നിട്ട് ഡോറി കൊട്ടാണ്, നമുക്ക് സമയമായി കോളേജിൽ പോകണമെന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. എന്നാലേ അവള് പറയും എനിക്കിന്ന് വയ്യ, ഞാൻ വരുന്നില്ല എന്ന് പറയാൻ. അങ്ങനെ ഹീറോയിൻ റൂമിൽ നിന്ന് പോവാണ് കേട്ടോ കോളേജിലോട്ട്. അങ്ങനെ പോകുന്ന നേരത്ത് അവൾ പുറത്തൂടല്ലേ പോകുന്നത്. ഇതേ നേരം ഒരു പെൺകുട്ടിയെ ചെന്ന് അറിയാതെ തട്ടുകയാണ്. ഇതേ നേരം അവൾ അവളുടെ കൂട്ടുകാരി അടുത്ത് പറയാണ് അത് ആരാന്ന് മനസ്സിലായോ, അത് സീനിയർ ആണ് കേട്ടോ. ആ സീനിയറിന്റെ അടുത്ത് പറയാണ് അവള് മഹാദുഷ്ടത്തിയാണ്, ഒരു പൂച്ചയെ തട്ടിയിട്ട് പോലും അവള് മൈൻഡ് ചെയ്യാതെ പോയെന്ന് പറയും. അപ്പൊ സീനിയർ ആ വീഡിയോ കണ്ടിട്ടില്ല കേട്ടോ. എന്തായാലും ഇതേ നേരം തന്നെ ഹീറോ കൂടെ അങ്ങോട്ട് വരുവാണ്. പക്ഷെ ഈ ഹീറോ നേരെ ചെല്ലുന്നത് നമ്മുടെ ഹീറോയിന്റെ അടുത്താണ് കേട്ടോ. ഇത് കണ്ടിട്ട് ആ സീനിയർ പെൺകുട്ടിക്ക് ചെറിയൊരു വിഷമാവുകയാണ് കേട്ടോ. കാരണം എന്താന്ന് മനസ്സിലായി കാണുമല്ലേ, പുള്ളിക്കാരിക്ക് നമ്മുടെ ഹീറോയെ ഇഷ്ടമാണ്. ഹീറോ വന്നിട്ട് ഹീറോയിനോട് എന്തോ സംസാരിക്കുന്നതെന്ന് അറിയാമോ, അതായത് ആ ഡോക്ടറിനെ പറ്റിയാണ്. ഹീറോ ചോദിക്കും ഒരു പേന വെച്ചിട്ട് ഒരാളെ നമുക്ക് അങ്ങനെ സംശയിക്കാൻ പറ്റുമോ. ഇതേ നേരം ഹീറോയിൻ പറയും നമുക്ക് നോക്കാം എന്തോ ഇനി സംഭവിക്കുന്നതെന്ന്. ഇതിനുശേഷം നമ്മുടെ റൗഡി പയ്യനെ കാണിക്കുകയാണ് കേട്ടോ. റൗഡി പയ്യന്റെ ഫോണിലോട്ട് നമ്മുടെ ഹീറോ വിളിച്ചിട്ട് പറയാണ് ആ ഹോസ്പിറ്റലിൽ ഇനി നമുക്ക് നോക്കണ്ട, ഒരു ആൽക്കഹോൾ പോയിസൺ ആയ ഇത്രയും ദിവസം കിടക്കുമോ, ഇത്രയും ദിവസം കോമയിലാവോ എന്ന് ചോദിക്കും. അത് മാത്രമല്ല ഞാൻ വേറൊരു വലിയ ഹോസ്പിറ്റൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അവിടത്തേക്ക് നമുക്ക് ഡിസ്ചാർജ് വാങ്ങിച്ചിട്ട് പോവാന്ന് പറയും. അപ്പം ഈ റൗഡി പയ്യൻ സമ്മതിക്കും കേട്ടോ. അങ്ങനെ ഡിസ്ചാർജ് വാങ്ങാൻ പോവാണ്. ഇതേ നേരം ആ നേഴ്സ് ആണെങ്കിൽ ബില്ല് എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. അത് വലിയൊരു എമൗണ്ട് ആണ്, അത് റൗഡി പയ്യന്റെ ഇല്ല അത്രയും പൈസ. അത് മാത്രമല്ല ഡിസ്ചാർജ് ചെയ്യാൻ പറ്റത്തില്ലെന്നും പറയും, അത് ഹോസ്പിറ്റലിന്റെ റൂളാണ്. അങ്ങനെ ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ അച്ഛനോ അമ്മയോ പിന്നെ ബ്ലഡ് റിലേറ്റീവ് ആരെങ്കിലും സൈൻ ചെയ്യണമെന്ന് പറയും. ഈ റൗഡി പയ്യൻ അവന്റെ ബ്ലഡ് റിലേറ്റീവ് ഒന്നും അല്ലല്ലോ, അപ്പം അവൻ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. പിന്നെ കാണിക്കുന്നത് ഈ ഗെയിം നടത്തുന്ന ബോസിനെയാണ് കേട്ടോ. ബോസ് ഇങ്ങനെ സ്ക്രീനിന്റെ മുമ്പിൽ ഇരിക്കുകയാണ്. ആ സ്ക്രീനിനകത്ത് നമ്മുടെ ഹീറോയിന്റെ ഫോട്ടോയും ഉണ്ട്, അവളുടെ ഡീറ്റെയിൽസ്. ഇതേ നേരം പുള്ളിക്കാരന്റെ അസിസ്റ്റന്റ് വന്നിട്ട് പറയാണ് ഇവർ ആൾറെഡി ഗെയിമിലോട്ട് അവരറിയാതെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്, പിന്നെ എന്തിനാണ് കോൺട്രാക്ട് സൈൻ ചെയ്യിപ്പിക്കുന്നത്,
അതിന്റെ ആവശ്യമുണ്ടോന്ന് ചോദിക്കും. ഇതേ നേരം പുള്ളിക്കാരൻ പറയാണ് ഈ രാജ്യത്തൊരു നിയമമുണ്ട്, അത് തെറ്റിച്ചിട്ടുള്ള പരിപാടിക്കൊന്നും ഞാനില്ല. ഇതിനുശേഷം നമ്മുടെ ഹീറോയെ കാണിക്കുകയാണ് കേട്ടോ. പുള്ളിക്കാരൻ നടന്നു വരുന്ന സമയത്ത് ഈ സീനിയർ പെൺകുട്ടി ചെന്ന് സംസാരിക്കുകയാണ്. ഇതേ നേരം സൈഡിൽ കൂടെ നമ്മുടെ ഹീറോയിൻ നടന്നു പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഹീറോയിൻ നടന്നു പോകുമ്പോൾ ഹീറോ ചോദിക്കും നീ എങ്ങോട്ടാ പോണേന്ന്. അപ്പോൾ ഹീറോയിൻ പറയും ഞാൻ ടീച്ചറിനെ കാണാൻ പോവാന്ന് പറയും. എന്തിനായിരിക്കും ടീച്ചറിനെ കാണുന്നത്? ഇതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഫാൻ ബോയ് ആണ് കേട്ടോ. ഫാൻ ബോയ് മറ്റേ കമ്പനിയിൽ വന്നിട്ടുണ്ട് സൈൻ ചെയ്യാനായിട്ട്. അങ്ങനെ പുള്ളിക്കാരനാണെങ്കിൽ അവിടുത്തെ കുറെ മുട്ടായി, അതായത് സീറ്റ്, അതായത് കുറെ പലഹാരങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കഴിക്കാനായിട്ട്. ഇതിനുശേഷം ഒരാൾ വന്നിട്ട് ഈ പുള്ളിക്കാരനെ, അതായത് ഫാൻ ബോയിനെ വിളിച്ചുകൊണ്ട് ഒരു റൂമിലോട്ട് പോവാണ്. എന്നിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്യാനായിട്ട് കോൺട്രാക്ട് എടുത്ത് കൊടുക്കുകയാണ്. അപ്പം ഈ ഫാൻ ബോയ് പല തവണയായിട്ട് ചോദിക്കുന്നുണ്ട് മറ്റേ പെൺകുട്ടി ആരാ, അവളുടെ ഡീറ്റെയിൽസ് കിട്ടുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇവരാണെങ്കിൽ അത് കൊടുക്കാൻ തയ്യാറാവുന്നില്ല. ഇവൻ പല തവണ ചോദിച്ചോട്ടോ. അങ്ങനെ അവന് ദേഷ്യം വന്നിട്ട് അവൻ പേന വലിച്ചെറിയാണ്. എന്നിട്ട് ഞാൻ കോൺട്രാക്ട് സൈൻ ചെയ്യത്തില്ല എന്ന് തന്നെ പറയാണ്. ഇതിനുശേഷം ഹോസ്പിറ്റലിൽ റൗഡി പയ്യനെ കാണിക്കുകയാണ്. അവനാണെങ്കിൽ നേഴ്സിന്റെ അടുത്ത് സംസാരിക്കുകയാണ്. അതായത് ഒ പിയിൽ നിൽക്കുന്ന നേഴ്സിന്റെ അടുത്ത് സംസാരിക്കുകയാണ്. പുള്ളിക്കാരൻ ചോദിക്കും ബില്ലടയ്ക്കാതെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ വല്ല വഴിയുണ്ടോ, അങ്ങനെയാണെങ്കിൽ കുറച്ച് കമ്മീഷൻ നിങ്ങൾക്ക് തരാം, ഒന്ന് കണ്ണടച്ച് വിട്ടൂടെ എന്നൊക്കെ ചോദിക്കും. ഇതേ നേരം കുറെ അധികം നേഴ്സുമാര് ബെഡ് നമ്പർ 13 ഓടിപ്പോകും. അപ്പോഴാണ് ഈ റൗഡി പയ്യൻ ചിന്തിക്കുന്നത് ബെഡ് നമ്പർ 13 അത് അമൂൽ പയ്യനാണ് കേട്ടോ. അപ്പം അമൂൽ പയ്യന് സീരിയസ് ആണ്. അപ്പൊ അമൂൽ പയ്യന്റെ റൂമിലോട്ട് അവൻ ഓടുന്ന നേരം അവിടുത്തെ നേഴ്സ് അവനെ പിടിച്ച് പുറത്താക്കുകയാണ്. ഇതേ നേരം ഒരു ഡോക്ടർ വന്നിട്ട് അവനെ ചെക്ക് ചെയ്യാണ്. എന്നിട്ട് ഈ റൗഡി പയ്യനെ ഈ ഡോക്ടറിന്റെ ഓഫീസിലോട്ട് വിളിക്കുകയാണ്. ഇതേ നേരം റൗഡി പയ്യൻ കൂടെ പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഓഫീസിലിരുത്തി സംസാരിക്കുകയാണ്. അതായത് ഇങ്ങനെ ഒരു അവസ്ഥയിൽ അവനെ ഹോസ്പിറ്റലിൽ മാറ്റണോ ഡിസ്ചാർജ് ചെയ്യണോ എന്ന് ചോദിക്കും. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായോ? ഇത് ഈ ബോസിന്റെയും ഡോക്ടറിന്റെയും പ്ലാൻ ആണ് കേട്ടോ. അതായത് ഇത്രയും എമൗണ്ട് ബില്ലടിച്ച് കൊടുത്തതും അത് മാത്രമല്ല ഇപ്പൊ ഇങ്ങനെ ഒരു അഭിനയം, അതായത് അമുൽ പയ്യനെ സീരിയസ് ഒന്നും അല്ല, റൗഡി പയ്യനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവരെല്ലാരും കൂടെ ഡ്രാമ കളിക്കുന്നതാണ്. പക്ഷെ ഈ റൗഡി പയ്യന് ഇത് മനസ്സിലാവുന്നില്ല കേട്ടോ. അങ്ങനെ ഡോക്ടർ പറയും ഹോസ്പിറ്റലിൽ മാറ്റണ്ട, ബില്ലടച്ചാൽ മതി എന്ന് പറയും. അതും പുള്ളിക്കാരന്റെ ഒരു പ്ലാൻ ആണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിനെ കാണിക്കുകയാണ്. അവളാണെങ്കിൽ സ്കൂളിന്റെ ഏറ്റവും ടോപ്പിൽ ടെറസിൽ വന്നേക്കാണ്. എന്നിട്ട് അവിടെ നിന്ന് ചാടണോ വേണ്ടേന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. എന്നിട്ടൊരു ഫ്ലാഷ് ബാക്ക് ഓർക്കുകയാണ് കേട്ടോ. അതായത് പുള്ളിക്കാരി എന്തിനാ ടീച്ചേഴ്സ് റൂമിലോട്ട് വിളിച്ചെന്നറിയാമോ? മറ്റേ വീഡിയോ ഫുള്ള് വൈറലായി. അതായത് മറ്റേ പൂച്ചയെ വണ്ടി തട്ടുന്ന വീഡിയോ. വണ്ടി തട്ടിയിട്ടില്ല, അവൾ അവിടെ പാർക്ക് ചെയ്തിട്ടേ ഉള്ളൂ. പൂച്ച എങ്ങനെ മരിച്ചു പോയെന്നൊന്നും നമുക്കറിയില്ല. എന്നാലും കുറെ ആൾക്കാർ കാണുമല്ലേ, ഒരു കാര്യം അറിയാതെ ചുമ്മാ അതും ഇതും പറയുന്ന ആൾക്കാർ. അതേപോലെ ആ ഗ്രൂപ്പിൽ മൊത്തം വൈറലായിട്ട് ഹീറോയിന് ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ആ സ്കൂളിൽ കിട്ടിയിരിക്കുന്നത്, അതായത് കോളേജിൽ. അങ്ങനെ ഇത് കണ്ടിട്ടാണ് ഈ സാറ് അവളെ നന്നായിട്ട് വഴക്ക് പറഞ്ഞായിരുന്നു. അങ്ങനെയാണ് ഹീറോയിൻ ഇതിന്റെ മണ്ടേന്ന് ചാടണോ വേണ്ടെന്ന് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ അവള് ചാടുന്നില്ല കേട്ടോ. ഇതിനുശേഷം നമ്മുടെ ഹീറോയെ കാണിക്കുകയാണ്. ഹീറോയാണെങ്കിൽ ഹീറോയിൻ ഇങ്ങനെ ഒരു അവസ്ഥ വന്നുകൊണ്ട് മറ്റേ പൂച്ചയുടെ ഓണറിനെ കണ്ടുപിടിക്കുകയാണ് ലാപ്ടോപ്പ് നോക്കിയിട്ട്. അങ്ങനെ ഓണറിനെ കണ്ടുപിടിക്കുന്നതായിട്ട് കാണിച്ചിട്ടാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് തീർന്നിരിക്കുന്നത്.